ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക. ഈശോയുടെ പീഡാനുഭവത്തിന് മുമ്പുള്ള പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണിത്. ഈശോയുടെ ഹൃദയം ഒരുപക്ഷെ അസ്വസ്ഥമാണ്. കാരണം വരാനിരിക്കുന്ന പീഡാനുഭവം, ശിഷ്യന്മാരുടെ ഒറ്റിക്കൊടുക്കൽ, ഇതെല്ലാം കർത്താവിനറിയാം. എങ്കിലും കർത്താവ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയാണ്. 13-ാം അധ്യായത്തിലെ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ആസന്നമായിരിക്കുന്ന വേർപാടിനെ പറ്റി കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പക്കൽ നിന്ന് പോകും. അപ്പോൾ അവരുടെ മനസ്സിൽ വലിയ ദുഃഖമാണ്. കർത്താവ് പോകുകയാണെങ്കിൽ പിന്നെ തങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അങ്ങനെയുള്ളൊരു അസ്വസ്ഥത അവരുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഈശോ അവരോട് ധൈര്യപ്പെടുത്തി അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അതായത് ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം തന്നെയായ എന്നിലും വിശ്വസിക്കുക എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. അപ്പോൾ ശിഷ്യന്മാരുടെ വേദനകളും ദുഃഖങ്ങളും ഏറ്റെടുത്ത് അവരെ ധൈര്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുക. നമ്മുടെ ചുറ്റും എപ്പോഴും നിരവധിയായ പ്രശ്നങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, പൊതുജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായിരിക്കണം നമ്മളുടെ സമീപനം? പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 2 കാര്യങ്ങൾ ഈ അസ്വസ്ഥതകൾക്കിടയിൽ ക്രൈസ്തവർ കാത്തു സൂക്ഷിക്കേണ്ട മനോഭാവത്തെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 8-ാം അധ്യായം 28-ാം വാക്യം എപ്രകാരമാണല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ഒരു ചിന്ത. അതുപോലെ തന്നെ പൗലോസ്ലീഹ തുടർന്ന് പറയുകയാണ് 31-ാമത്തെ വാക്യത്തിൽ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി, ഇത് രണ്ടും ചിന്തിക്കുമ്പോൾ ഭാവി പ്രത്യാശപൂർണമാകും. ചിലപ്പോഴൊക്കെ സഭയെപ്പറ്റി, സഭയുടെ ഭാവിയെപ്പറ്റിയൊക്കെ ചിലരെ വളരെ നിഷേധാത്മകമായി ചിന്തിക്കാറുണ്ട്. ആഗോള സഭയ്ക്ക് നല്ല ഒരു ഇടയനെ തരാൻ നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസം നമ്മൾ ഓർക്കുക, കർത്താവിൻ്റേതാണ് സഭ, കർത്താവ് സഭയെ നയിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ശിഷ്യത്വം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ കൂടെ നമ്മളുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടത്. രണ്ടാമത്, നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് അനേകം വാസസ്ഥലങ്ങൾ ഒരുക്കാനായിട്ടാണ് പോകുന്നത്. അവിടെ എന്താണ് ഈ വാസസ്ഥലങ്ങൾ? തീർച്ചയായിട്ടും പ്രാഥമികമായ അർത്ഥത്തിൽ അത് സ്വർഗമാണ്. പക്ഷെ കൂടുതൽ ആഴമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വാസസ്ഥലങ്ങൾ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം മോനായി എന്നുള്ളതാണ്. ഗ്രീക്കിലെ മെനോ എന്നുള്ള വാക്കിൽ നിന്നാണത് വരുന്നത്. വസിക്കുക, കൂടെ വസിക്കുക എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ 3 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിക്കുക നമ്മൾ കാണുന്നുണ്ട്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ അധ്യായത്തിൽ ഏറെ പ്രാവശ്യം, പ്രത്യേകിച്ച് 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. അപ്പോൾ കൂടെ വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ രണ്ടാമത് ചിന്തിക്കുക, ശിഷ്യത്വം എന്താണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക?
ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിൽ ഉത്തമ ശിഷ്യയാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, നമ്മോട് ആവശ്യപ്പെടുന്നു. ഒന്നിനെയും ഭയക്കണ്ട എന്ന് പറയുന്നു. ഒറ്റ കാര്യം മാത്രം മതി, ഈശോയുടെ കൂടെ ഉണ്ടായാൽ മതി, ഈശോയുടെ കൂടെ നടന്നാൽ മതി, ഈശോയുടെ കൂട്ടുണ്ടായാൽ മതി. ദിവ്യകാരുണ്യം സ്ഥാപിച്ചതിന് ശേഷം ഏറെ പേര് ഈശോയെ ഉപേക്ഷിച്ചത് നമ്മൾ കാണുന്നുണ്ട്. 6-ാം അധ്യായം 66-ാം വാക്യം. ചിലപ്പോൾ നമ്മൾ ഈ 666 അല്പം ഭീതി ഉളവാക്കുന്ന ഒരു നമ്പറാണല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 66-ാം വാക്യം ഇപ്രകാരമാണ്: ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. അപ്പോൾ നമുക്ക് ഒരു മുന്നറിയിപ്പ് കൂടെയാണ്. യേശുവിൻ്റെ കൂടെ നടക്കുന്നവനാണ് ശിഷ്യൻ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഈ ശിഷ്യത്വത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ് മൂന്നാമത് നമ്മൾ പറയുക. തോമാശ്ലീഹായുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കർത്താവ് പറയുകയാണ് 6-ാം വാക്യത്തിൽ, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? യേശുവിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഉത്തമ ശിഷ്യനാകുന്നുവെങ്കിൽ അകലെ മാറി നിൽക്കാതെ യേശുവിലേക്ക് കടന്നു വരണം. യേശുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പിതാവിലേക്ക് എത്തും എന്നുള്ളതാണ് വാസ്തവം. അവിടുന്ന് സത്യമാണ്. 8-ാം അധ്യായത്തിലെ 32-ാമത്തെ വാക്യം നമുക്കറിയാം: നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ജീവിതത്തിലെ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനാകണം എന്നുള്ള വലിയ സത്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ മറ്റൊരു യാഥാർത്ഥ്യം അന്വേഷിച്ച്, പൂർണ്ണത അന്വേഷിച്ച് നീ ഇനി അലയേണ്ട ആവശ്യമില്ല. നിന്റെ ജീവിതം യേശുവിൽ പൂർണ്ണമാണ്. അതുപോലെ തന്നെ ജീവൻ. 10-ാം അധ്യായം 10-ാം വാക്യം, സമൃദ്ധമായി ജീവൻ നൽകാൻ വന്നവനാണ് ഈശോ എന്നുള്ള ആ സത്യം നമ്മൾ ഓർക്കുക. യഹൂദ നിയമത്തിൽ, തോറയിൽ ഇനി നീ നിന്റെ ജീവൻ്റെ പൂർണ്ണതയും ജീവൻ്റെ സമൃദ്ധിയും കണ്ടെത്തേണ്ട, അത് യേശുവിലാണ്. അപ്പോൾ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരാൻ, അതിൻ്റെ വിവിധ ഭാവങ്ങളാൽ ആ നിറവുണ്ടാകാനാണ് ഈ വഴിയും സത്യവും ജീവനും എന്നുള്ള പദം ഈശോ, അല്ലെങ്കിൽ ആ വാക്കുകൾ ഈശോ ഉപയോഗിക്കുന്നത്. മറ്റ് വായനകളും നമ്മൾ ഇന്ന് ഒന്ന് മനസ്സിൽ കൊണ്ടുവരും നല്ലതാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ലേഖനത്തിൽ വായിക്കുക. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്: ദൈവം തൻ്റെ സ്നേഹത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത് ശിഷ്യത്വത്തിലേക്ക് വളർത്തുന്നു എന്നാണ് ശ്ലീഹ പ്രത്യേകമായിട്ട് പറയുന്നത്. പഴയ നിയമ വായന യെശയ്യായുടെ പ്രവചനം 56-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിൽ ശിഷ്യത്വത്തിൻ്റെ കാതൽ എന്താണെന്ന് 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്: എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നവനാണ് ശിഷ്യൻ. യേശുവിൻ്റെ ശിഷ്യരാകുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ആ വിളിക്ക് നമുക്ക് ഔദാര്യപൂർവ്വം ഇന്ന് ഉത്തരം കൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.